ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എനിക്കിവിടെ സുഖമാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോൻ്റെ ബാലൻസാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ തുടരുന്നത്. അപ്പോൾ റെഡി ആയതിന് ശേഷമാണ് കുറച്ച് മീൻ ഗപ്പീസിനെയൊക്കെ പിടിച്ച് ഒരു കുപ്പിയിലാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് പോകാൻ പോണത്. ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തുമ്പോണ്ട് അവരവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നതിന് ശേഷമാണ് അവർ ടൗണിൽ പോയിട്ട് വന്നത്. ബാലൻസ് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഞാനിങ്ങനെ കയറി ചെല്ലുമ്പോൾ അവൾ ഡോറ് തുറന്ന് ഞാനിങ്ങനെ വീഡിയോ കൊണ്ട് പോകുമ്പോൾ ഹായ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുള്ളതാണ്. പക്ഷെ അവിടെ സംഭവിച്ചത്, ഞങ്ങൾ അവിടെ പോകുമ്പോൾ ഒരു മനുഷ്യനില്ല. കുട്ടികൾ രണ്ടും കൂടെ ടി വിയും കണ്ടുകൊണ്ടിരിക്കണം. ഞങ്ങളെ കണ്ടു. ഞങ്ങൾ ബൈക്ക് ഫ്രണ്ടിൽ നിർത്തി. ഞങ്ങൾ ഇറങ്ങിയ പാടെ വലുതിറങ്ങി ഓടണു. അതായത് അപ്പുറത്താണ് ഇവരുടെ ശരിക്കും വീട്. ഇവിടെ ഇവൾ പുതിയ സ്ഥലം, ഞാൻ പറഞ്ഞുതരാം ഓരോ കാര്യങ്ങൾ. ഇവിടെ വീട് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അമ്മമ്മനെ വിളിക്കാനായിട്ട് ഓടിയതാണ് വലുത്. അതിൻ്റെ പിന്നാലെ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ചെറുത് ഓടി. പിന്നെ ഇവർ രണ്ടാളും ഇല്ല, കുട്ടികളില്ല, ആരുമില്ല. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സീറ്റ് ഔട്ടിലിരുന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ പെണ്ണ് വന്നത്. പെണ്ണ് വന്നു. പിന്നെ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും രമയും ഏട്ടനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് എടുക്കണ്ട ചേച്ചി പറഞ്ഞിങ്ങനെ. അപ്പൊ ശരി വന്നിട്ട് പിന്നെ കുറച്ചെടുത്തത് യൂട്യൂബിൽ വന്നല്ലോ മെസ്സേജ്. ഇതൊക്കെ കട്ട് ചെയ്ത് ഉണ്ട് അല്ലേ? ആ കൈയൊക്കെ തോല് പോയി. പിന്നെ നേരത്തെ വെള്ളം കലക്കി വെച്ചിട്ടാണ് പോയത് തന്നെ. ഞങ്ങൾ പോയത് ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്ന്. പിന്നെ അവർ വരുമ്പോൾ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് വാങ്ങാൻ പോയിരിക്കുകയായിരുന്നു പുറത്ത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞെന്ന് അറിയാമല്ലോ. കുറേ പറഞ്ഞാൽ കുറച്ച് നാളായി. ഡെയിലി ഫോൺ ചെയ്യും, പക്ഷേ നേരിട്ട് സംസാരിച്ചിട്ട് കുറേ നാളായി. അപ്പം ഞങ്ങളിങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏട്ടനെ എന്നെ ആക്കിയിട്ട് വേണം പോവാനായിട്ട്. ഏട്ടനും സമയമായി തിരക്ക് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവളെ വിടണില്ല. ഏട്ടനും പോണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡിന് ഇങ്ങനെ പുറത്തുനിന്ന് പൊറോട്ടയും പത്തിരിയൊക്കെ ഓർഡർ ചെയ്തതാണ്. ബാക്കി ചിക്കൻ കറി അമ്മ അവിടെ വീട്ടിൽ വെച്ചതാണ്. ഇവളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് വേറൊരു സ്ഥലത്താണ്. പക്ഷേ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇവരുടെ അച്ഛനും അമ്മയ്ക്കും 3 പെൺമക്കളാണ്. അപ്പോൾ അതിലെ ചെറുതാണ് ഇയാൾ. അപ്പോൾ ചെറുത് ഇവിടെ അച്ഛൻ വേറെ ഒരു 10-15 സെൻറ്റ് സ്ഥലം കൊടുത്തിട്ട് ഇവിടെ തന്നെ ഇവർ വീട് വെച്ച് ഇവിടെ ഇരിക്കുകയാണ്. അങ്ങനെ എടുത്തടാ, ഞാൻ എടുത്തൂടെ എനിക്കിവിടെ 2 ഫ്രണ്ടാണ് ഉള്ളത്. രണ്ടാളും തൊട്ട് വീട് തന്നെയാണ്. രണ്ടാളിനെയും കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നത് പുറത്താണ്. പക്ഷേ രണ്ടാളും ഇവിടെ തന്നെയാണ് താമസം. വേറൊരു ഫ്രണ്ടിന് അവരൊരു മോളേ ഉള്ളൂ. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞിട്ട് അവൾ ഇവിടെ തന്നെയാണ്. ഇയാൾക്ക് പിന്നെ ഇവരിങ്ങനെയാണ്. അപ്പോൾ ഇയാളും ഇവിടെ തന്നെയാണ് താമസം. എന്നും വേലയ്ക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടാളുടെ വീട്ടിലേക്കും സാധാരണ പോവാറുണ്ട്. പോയില്ലെങ്കിൽ രണ്ടാളും എന്നെ തിരഞ്ഞ് അങ്ങോട്ട് വരാറുണ്ട്. ഇപ്പോൾ അരുണ ഞാൻ വന്നു എന്ന് അറിഞ്ഞിട്ട് പിള്ളേർ അങ്ങോട്ട് പോയപ്പോൾ വരികയൊക്കെ ചെയ്ത് കുറച്ച് നേരം ഇരുന്നിട്ടാണ് പോയത്. കൂടുതൽ ഇരിക്കാൻ അവൾക്ക് സമയം ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം ഇരുന്നും കൊണ്ട് അരു പോയിട്ടുണ്ടായിരുന്നു. 2 ഏട്ടന്മാരും അവിടെ ഹാളിലിരിക്കുകയാണ്. ഞങ്ങൾ റൂമിൽ വന്ന് കുറച്ച് നേരം ഇരുന്നു. ഇത് റൂമിലാണ് കേട്ടോ. ഇവർ പുതിയ വീട് കെട്ടിയിട്ടൊരു കുറച്ച് ആയിട്ടേല്ലോ. അപ്പോൾ ഹൗസ് വാമിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വരാൻ ലേറ്റായി പറഞ്ഞല്ലോ. പക്ഷെ വരാൻ ലേറ്റായാലും നമുക്ക് വരാനുള്ളൊരു കടമയുണ്ടല്ലോ, അത് വരിക തന്നെ വേണമല്ലോ. ഇന്നും ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനെയും ഞങ്ങൾ കൂടെ ഒരു 12 വർഷം മുന്നേ പഠിച്ച ഫ്രണ്ട്സാണ് കേട്ടോ ഞങ്ങളെല്ലാവരും. അപ്പോൾ ഇപ്പോഴും ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രമിക്കാറുണ്ട്.
ഏട്ടനെ ഫോൺ വിളി ഏട്ടനെ മണിയേട്ടൻ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ഞാൻ പോവുകയാണ്, ഇനി എന്നാൽ ശരിയാവില്ല, സമയമായി എന്ന് പറഞ്ഞിട്ട് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഏട്ടൻ പോവുകയാണ് കേട്ടോ. ഇപ്പോഴും ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ തന്നെയാണ്, കളിയും ചിരിയും തമാശകളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ പോകുന്നുണ്ടോ. പിന്നെ ഞാൻ കുറച്ച് ചിരിക്കുന്ന ഒരാളുമാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. രമ പിന്നെ പറയേ വേണ്ട, കോമഡി തന്നെയായിരിക്കും. ഞങ്ങൾ പണ്ടും ഇങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളുടെ പണ്ടത്തെ ഫോട്ടോ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ ആഡ് ചെയ്യാം. ഇതന്നെ ഒരുപാട് ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിപ്പോയി. ഏട്ടൻ ഞങ്ങളെ കൊണ്ടാക്കിയിട്ട് ഏട്ടൻ നമ്മുടെ വീട് കുറച്ച് അപ്പുറത്ത് തന്നെയാണ് കേട്ടോ, കാണിച്ചു തരാം ഞാൻ ലാസ്റ്റ്. അങ്ങനെ ഏട്ടൻ പോയതിന് ശേഷം ഇവിടെ നിന്നാണ് ഫസ്റ്റ് നമ്മൾ മീനൊക്കെ കൊണ്ടുപോയത്. ഇവിടെ താമര ഉണ്ടായിരുന്നു, ഇപ്പോഴും താമരയുണ്ട്. ഇവിടുത്തെ താമരയാണ് ഞാനും നമ്മുടെ വീട്ടിലേക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുകളിലൊക്കെ എല്ലാം ഞാൻ നേരത്തെ വന്ന് കണ്ടതാണ്, എങ്കിലും അവൾക്ക് കുറച്ച് ഡ്രസ്സ് അടിക്കാനുണ്ട് പറഞ്ഞിട്ട് അവൾ അടിക്കുകയൊക്കെ ചെയ്യും മെഷീൻ. അപ്പോൾ അതിനെയൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം, അല്ലാതെ ഞങ്ങൾക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കുറച്ച് നേരം വർത്താനം പറഞ്ഞിരിക്കലും ഇങ്ങനെ അടിക്കാനായിട്ട് പോലും. അപ്പോൾ അവിടെ പോയിരിക്കുമ്പോൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ പോയിരുന്നു. ഏട്ടൻ അവിടെ ഒറ്റയ്ക്ക് താഴെ തന്നെ ആയിരുന്നു. ഞങ്ങൾ രണ്ടാളല്ലേ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളല്ലേ വർത്താനം പറഞ്ഞിരിക്കേണ്ട. ഇല്ല, ഏട്ടൻ വരെയൊക്കെ എല്ലാ ഏട്ടന്മാരും നല്ല കമ്പനിയുള്ളവർ തന്നെയാണ്. ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെ കൂടെയും എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ഫ്രണ്ട്സായിട്ട് ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഗെറ്റ് ടുഗദർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചിത്തൂനെയാണ് എപ്പോഴും നിർബന്ധം. വീഡിയോ കാണുന്നുണ്ടോ എന്നറിയില്ല, രമ ഡെയിലി വീഡിയോ കാണാറുണ്ട് കേട്ടോ. എല്ലാ വീഡിയോവും മുടങ്ങാതെ കാണുന്ന എൻ്റെ ഒരു സബ്സ്ക്രൈബറും കൂടെയാണ് ഈ ഇരിക്കുന്ന മുതൽ. പിന്നെ വീട് ഇങ്ങനെ കുറച്ച് വീടൊക്കെ ബാക്കും സൈഡൊക്കെ ഞാൻ കുറച്ച് നേരം കൂടെ പോയി കണ്ട് പിന്നെ തിരിച്ച് താഴേക്ക് തന്നെ ഇറങ്ങി പോവാണ് കേട്ടോ. കയറി വരുമ്പോൾ ഞാൻ എടുത്തിട്ടുണ്ടാവും. മുകളിൽ നിന്ന് ഇവർ സ്റ്റെയറിൻ്റെ താഴെ സ്റ്റെയറൊക്കെ ഡൈനിങ് ടേബിളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അങ്ങനെ ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയാണല്ലോ. അപ്പോൾ റോഡ് സൈഡ് തന്നെയാണ്. അച്ഛൻ ഇവർക്ക് സ്ഥലം കൊടുത്തിട്ട് അതിൽ വീട് ഇവർ പണിതതാണ്. ഏട്ടൻ്റെ വീട് ഇവിടെ അല്ല, എവിടെ കുത്തനൂർ അങ്ങനെ എന്തോ ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. അപ്പോൾ റോഡ് സൈഡ് തന്നെയാണ്. എനിക്കിഷ്ടമൊക്കെയാണ്, ചില സമയങ്ങളിൽ റോഡ് സൈഡ് ഇരിക്കണം ഇഷ്ടമാണ്. പിന്നെ ചില സമയത്ത് നാട്ടിൻപുറത്ത് തന്നെയാണ് നല്ലത് തോന്നുന്നു. എനിക്കിങ്ങനെ പാടത്തിൻ്റെ ഓരത്തൊക്കെ വീട് വെച്ചിരിക്കാൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരിതാണ്. അപ്പോൾ ഇയാളുടെ വീട് ഇവിടെ തന്നെയാണ്, നിറച്ചും ചെടികളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പുറത്താണ് തറവാട് വീട്, ഇവിടെ നോക്കിയാൽ കാണും. അവിടെ ആയിരുന്നു, അവിടെ നിറച്ചും ചെടികളുണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റി വെക്കണതിൻ്റെ കുറച്ച്, ഏട്ടൻ ഭയങ്കര ചെടി നോക്കുന്ന ആൾക്കാരാണ്, പൂക്കളും ചെടികളൊക്കെ നോക്കുന്ന ആളാണ് ഏട്ടൻ. രമയും കൂടെ തന്നെയാണ്. പിന്നെ മുകളിൽ നിന്ന് താഴേക്ക് നോക്ക്, ചക്കയൊക്കെ എത്ര ഹൈറ്റിലാണ് അറിയോ. എന്നിട്ടും ഇവരുടെ ഈ ഭാഗത്തൊക്കെ എല്ലാവരുടെ വീട്ടിലും ചക്കയുണ്ടെന്നേ. നമ്മുടെ അവിടെ ഒന്നും ചക്ക മരം പ്ലാവേ ഇല്ല. നോക്കിയാൽ എത്ര ഹൈറ്റിലാണ് ചക്ക ഉണ്ടായിരിക്കണമെന്ന്. ഇത് പഴുത്ത എങ്ങനെ പറിക്കും? താഴെ വീണാൽ കഴിഞ്ഞില്ലേ, ഒന്നും പറിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കൂടെ ഇവരുടെ ഈ സൈഡിൽ കൂടെ തന്നെയാണ് അരുവിൻ്റെ വീട്ടിലേക്ക് പോണതും. ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് അരുവിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ അപ്പുറത്തൂടെ ഇറങ്ങിപ്പോവും. ചുറ്റി വരാനുള്ള വഴിയുണ്ട്, പക്ഷെ നമ്മൾ ഇതിൽ കൂടെ തന്നെയാണ് ഇറങ്ങിപ്പോവുക. അങ്ങനെ പിന്നെ താഴെ ഇറങ്ങി വന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ സമയമായില്ലേ കഴിക്കണില്ലേ ചോദിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തായാലും മുകളിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ഞങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു. അങ്ങനെ വരക്കുട്ടിക്ക് എല്ലാവർക്കും കുട്ടികൾക്ക് ആദ്യം കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ അവൾ നമ്മളെ സമ്മതിക്കുന്നില്ല, കഴിക്കുക വേണ്ടി ഞങ്ങളെല്ലാവരും കഴിക്കാനിരുന്നിട്ടുണ്ടായിരുന്നു. ഫ്രൈ ചെയ്യാൻ ഓർമ്മയില്ല, ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടാവും.
കുട്ടികളുടെ കൂടെ തന്നെ ഞങ്ങളും കഴിക്കാനിരുന്നു. ഏട്ടൻ ഇപ്പം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം എന്നിട്ട് ഏട്ടൻ ഞങ്ങളുടെ കൂടെ വെറുതെ ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് വെള്ളമൊക്കെ എടുത്ത് തന്ന് കറിയൊക്കെ വിളമ്പി തന്നിട്ട് ഏട്ടൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഏട്ടനും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം പിന്നെ റൂമിൽ പോയി റെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് അരുവൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ടേ ഒരാളുടെ പുതിയ റെസിപ്പി ഒന്ന് പറഞ്ഞു തന്നു. മാങ്ങാപ്പൊരി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഈ ഇഞ്ചിപ്പുളി പോലെ മാങ്ങാപ്പുളി, മാങ്ങാപ്പൊരി അല്ല, മാങ്ങാപ്പുളി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് വേറെ ആരോ പറഞ്ഞു കൊടുത്തൊരു റെസിപ്പി രമ നേരത്തെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു. എന്നാൽ പിന്നെ ശരി നമുക്കും കൂടെ ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം തന്നെ ഏട്ടനോട് പറഞ്ഞു. ഏട്ടൻ വേഗം പോയി 2 മാങ്ങ പറിച്ചിട്ട് വന്ന്. ഇവിടെ പിന്നെ അങ്ങനെ മാങ്ങ നമുക്ക് വേറെ അന്വേഷിക്കാൻ പോകണമല്ലോ, പറഞ്ഞ ആ സ്പോട്ടിൽ കിട്ടുന്നത് കൊണ്ട് പിന്നെ ഞങ്ങളതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ മാങ്ങ കുറച്ചൊരു 4-5 മാങ്ങേനുള്ളൂ കേട്ടോ. അതിനെടുത്ത് അത് മതിയല്ലോ നമുക്ക്. ആ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആശാൻ ഉണ്ടാക്കുകയാണ്. പാന് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇതായതിനു ശേഷം ചൂടായതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കുറച്ച് നല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുത്തു. ആ മാങ്ങയൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാനിട്ടിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാനിട്ടു. വെന്തതിന് ശേഷമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ്. സിമ്പിളാണ് കേട്ടോ, ഒരുപാടൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു നാടൻ കറിയാണോ ചോദിച്ചാൽ കറിയല്ല, അച്ചാറാണോ ചോദിച്ചാൽ അച്ചാറല്ല, അങ്ങനെ ജാമാണോ ചോദിച്ചാൽ ജാമല്ല, അങ്ങനെ ഒരു ഐറ്റം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കട്ടെ. വെല്ലുപ്പിടണ്ട, മാങ്ങ വന്നിട്ട് വെല്ലിടാൻ പറ്റുള്ളൂ. മാങ്ങ വന്നിട്ട് വെല്ലിടാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ മാങ്ങ വേവില്ല. നിന്റെ ഞാനുണ്ടല്ലോ എന്റെ മോഹവും എന്റെ മോനും ചിരിക്കുന്നത് നീ മാത്രം ടേസ്റ്റ് ജന്മനാണുള്ളത്. എല്ലാ സപ്പോർട്ടും ചെയ്യും. ഇങ്ങനെയൊക്കെ പറയും കേസ് ഞങ്ങളിപ്പോ അത് ചെയ്യണം, കേസ് നിങ്ങളിപ്പോ ഇത് ചെയ്യണം, കേസ് കളിക്കിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പോടച്ചോടെ എന്റെ എല്ലാ ആഗ്രഹമല്ലേ ഇവിടെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ തരും. പിന്നെ ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേ നിൽക്കൽ തന്നെ പണി. ഞാൻ എവിടെ ക്യാമറ കൊണ്ടുപോയി വെക്കണം എന്നുള്ളത് ആശാൻ അറിയണില്ലല്ലോ. ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെക്കുമല്ലോ. എപ്പോഴും ഷോക്കാവലുണ്ട്, അതോ ക്യാമറ അവിടെ വെച്ചോ ഇവിടെ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സൗണ്ട് ഇടരുത് എന്നൊക്കെ പറഞ്ഞ് ഇന്നലെയും കൂടെ വിളിച്ചിട്ട് ഒരു അംഗത്തിനായിരുന്നു. ഇനിയിപ്പോൾ വീഡിയോ ഇടുമ്പോഴായിരിക്കും എന്താ അംഗം എന്നറിയില്ല. അങ്ങനത്തെ അമ്മയും മോളും തന്നെയാണ് കുക്കിംഗ് എന്ന് പറയാം. ഞാനും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ കൂടെ തന്നെ ഇരിക്കുകയാണ്. ഓരോ കഥകൾ, ഓരോ വിശേഷങ്ങൾ. എനിക്ക് ആരുമില്ല കൊടുത്തോട്ടെ, അച്ഛൻ്റെ ഒറ്റയ്ക്ക് അതിനാ പറഞ്ഞ അച്ഛൻ അത് മാറ്റാം. ഇപ്പോഴൊക്കെ ഞാൻ അടുത്ത് പോയതല്ല. അച്ഛനിക്ക് വിചാരം എന്താ അറിയാം, അച്ഛനിക്ക് വീട് നമ്മൾ കാണില്ല. ഇപ്പൊ ഞാൻ തിരിച്ചിട്ടുണ്ട്. ഇപ്പൊ റൈറ്റ് തന്നെയാണ്. ജാം പോലെയായ മാങ്ങ വെന്തതിന് ശേഷം കുറച്ച് വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ വെല്ലം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല. കുറച്ച് കായപ്പൊടിയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡി. ഇഞ്ചിപ്പുളി പോലെ തന്നെ മാങ്ങാപ്പുളി നല്ല ടേസ്റ്റ് ആയിരുന്നു. എല്ലാ റെസിപ്പി ഇഷ്ടമാണ് കേട്ടോ. കമന്റ് ചെയ്യുമ്പോ എല്ലാരും സൂപ്പർ അല്ല ഇനി വീഡിയോ ഓഫ് ആയിട്ട് വീഡിയോ ഓഫ് ആയിട്ട് ഓക്കെ ഏട്ടാ. ഇച്ചിരി ഏട്ടൻ്റെ ചായ കുടിക്കരുത്. പിന്നെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെയും നേരത്തേക്ക് നല്ല ചൂടായിരുന്നു. ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ താഴ്ന്നപ്പോൾ പിന്നെയും കുറച്ച് നേരം നമ്മളിങ്ങനെ മുറ്റത്തൂടെ നടക്കുകയൊക്കെ ആയിരുന്നു. ഏട്ടൻ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കൂടെ ഒന്നും വന്നില്ല. ഞങ്ങളിങ്ങനെ സിറ്റ് ഔട്ടിൽ കുറച്ച് നേരം ഇരുന്ന് ഞാനിങ്ങനെ ചെടിയൊക്കെ നമ്മളിങ്ങനെ എവിടെയെങ്കിലും വന്നാൽ എല്ലാം അടിച്ചു മാറ്റേണ്ട ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകും, എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത്തവണയൊന്നും കൊണ്ടുപോയില്ല കേട്ടോ. ചെടികൾ ഇപ്പോൾ വേനലല്ലേ, ചെടിയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഞാനിത് ഇപ്പുറത്ത് നിന്ന് ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുക്കുകയാണ്. രമ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്, ഏട്ടൻ പിന്നെ ഉള്ളിലാണ്, ഞങ്ങളുടെ കൂടെ ഇല്ല. ഞങ്ങൾ ഈ 3 പിള്ളേരും ഞങ്ങളും ഇങ്ങനെ നടക്കലാണ്. റോഡാണ്, വണ്ടികൾ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പുതിയ വീട് പണിതിട്ട് കുറച്ചേ ആയിട്ടേ ഉള്ളൂ. അതിൻ്റെ നമ്മുടെ പഴയ വീടിൻ്റെയും അവരുടെ പുതിയ വീടിൻ്റെയും അതിൻ്റെ ഭംഗികൾ മാറ്റമുണ്ടല്ലോ. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ തന്നെ ഉള്ളൂ. ബാക്കിയൊക്കെ മുകളിൽ വെച്ചത് അതും നനയ്ക്കാൻ പറ്റാണ്ട് പിന്നെ അവിടെ നിന്നും താഴെ കൊണ്ട് വെച്ചതാണ്. പിന്നെ വണ്ടികളൊക്കെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും ഇവരുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. ആ വീട്ടിൽ ആരും താമസമില്ല, പക്ഷെ ഭക്ഷണം ആ വീട്ടിലാണ് കേട്ടോ വെക്കുന്നത്. പിന്നെയും ഞങ്ങൾ കുറച്ച് നേരം ഏട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കും. പിന്നെ വർത്താനം പറഞ്ഞ് ഇന്ന് ഏട്ടൻ പറഞ്ഞു വരാൻ കുറച്ച് വൈകും, നീ നമ്മുടെ വീട്ടിൽ വന്നിരിക്കും, ഞാൻ വീട്ടിലേക്ക് വിളിക്കാൻ വരാം, ഇനിയിപ്പോൾ രമയുടെ അടുത്തേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശരി പറഞ്ഞിട്ട് രമയുടെ അടുത്ത് എന്നെ വീട്ടിൽ കൊണ്ടാക്കി തരാൻ പറഞ്ഞു. രമ അപ്പം തൊട്ട് തന്നെയാണ്, പക്ഷെ എന്നാലും ആശം വണ്ടി എടുത്തിട്ട് വന്നിട്ടാണ് എന്നെ കൊണ്ടാക്കിയത്. നേരത്തെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഉടനൊരു വീഡിയോ എടുത്തതിൻ്റെ നമ്മൾ കുളിക്കാൻ പോണതിൻ്റെ ആ കുളത്തിൻ്റെ അവിടെയൊക്കെ തന്നെയാണ്, ആ പരിസരം തന്നെയാണ്, തൊട്ട് തന്നെയാണ്. അപ്പോൾ വേഗം ആൾ വണ്ടി എടുത്തുകൊണ്ട് വന്ന് എന്നെയും വരിക്കുട്ടീനെയും ഇപ്പുറത്തൂടെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ഫ്രണ്ട് അപ്പുറത്തൂടെയാണ്. അപ്പോൾ വേണ്ട എന്നെ ഇവിടെ വിട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ നമ്മുടെ റോഡിലേക്ക് ഇറങ്ങണ വഴിയില്ല, ഇതൊക്കെ നേരത്തെ ഞാൻ വീഡിയോ എടുത്ത വഴി തന്നെയാണ്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് രമ പോയി. ഭയങ്കര മിസ്സിങ് ആണ്. ഇനി ഇതുപോലെ എന്നാ ഒന്ന് കൂടുക എന്നുള്ളത് അറിയില്ല. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം, സാധാരണ കൊല്ലം ഓരോ വർഷമാണല്ലോ, അപ്പോൾ അടുത്ത കൊല്ലമല്ലേ കൂടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് വീഡിയോ. ഇത് നമ്മുടെ ഓർഡിനറി വീട് തന്നെയാണ്, ഏട്ടൻ്റെ അമ്മയുടെ വീടാണ്. അപ്പോൾ താങ്ക് യു.